ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഉമേഷേട്ടനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടോ. സാധാരണ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോയി കിടക്കലാണ് പണി. ഇന്ന് ഞാൻ കിടന്നൊന്നുമില്ല കേട്ടോ. ഇന്നൊരു 10 മണിയാകുമ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗാഡി ഇങ്ങോട്ട് വരും. അപ്പോൾ അതിൽ കയറി നമ്മൾ അങ്ങോട്ട് പോകണം. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എണീച്ച് ലഞ്ചൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ രാവിലെ നമ്മളിന്ന് പുട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. സാധാരണ നമ്മുടെ ഇവിടെ ഒരാഴ്ചയായിട്ട് ദോശയും സാമ്പാർ അങ്ങനത്തെ പരിപാടിയായിരുന്നു. കാരണം അവർ ഗതികേട് കൊണ്ട് എൻ്റെ കെട്ടിയവനൊക്കെ ഇരുന്ന് തിന്നണു എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം തണുപ്പത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ദോശയാണല്ലോ എളുപ്പം. ഇന്ന് ഞാനൊന്ന് മാറ്റി പിടിച്ചു. പുട്ടും കടലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ തലേ ദിവസം തേങ്ങയൊക്കെ ഒന്ന് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. തണുപ്പത്തിരുന്ന് ചിരണ്ടല്ലോ വിചാരിച്ച് ഞാൻ തലേ ദിവസം ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ റൈസ് കുക്കറിൽ നമ്മൾ അരി ഒന്ന് തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മുടെ ഇവിടെ ഒരാൾ പുട്ട് ബാക്കിൽ പിടിച്ചിട്ട് ഇങ്ങനെ കടലക്കറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഉപ്പില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഉപ്പിട്ടു, കുറച്ച് ഉപ്പ് കൂടിപ്പോയി. അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ നമ്മുടെ കടലക്കറിക്ക്. ഞാൻ റൈസ് കുക്കറിൽ തലേ ദിവസം ചോറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അധികം വന്നില്ല, കുറച്ചുകൂടി വേവാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടി അടുപ്പത്ത് വെച്ചു. പിന്നെ നമ്മുടെ ബീൻസ് ഉപ്പേരിയും വെച്ചു കേട്ടോ. പിന്നെ ഇന്ന് അങ്ങനെ തണുപ്പ് എനിക്ക് തോന്നിയില്ല കേട്ടോ രാവിലെ. പക്ഷെ ഉച്ചയ്ക്കൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ നേരത്തെ എണിച്ചതുകൊണ്ട് അടിച്ചുവാരി തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. നേരത്തെ എണിച്ച് എല്ലാ പണിയും തീർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തീരും. എന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കാമെന്ന് മനസ്സിലായിട്ടോ. നാളെ തൊട്ട് എനിക്ക് നേരത്തെ എണീച്ച് ഇങ്ങനെ പണികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കുമോയെന്നറിയില്ല, കണ്ടറിയാം. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് പോകാൻ നിൽക്കാൻ കേട്ടോ. കുളിയൊന്നുമില്ല, നമുക്ക് കുളി പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ തണുപ്പത്ത്. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.